ലോകത്തെ ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്ത് പടച്ചവനിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നേറിയവരാണ് അവർ എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത അവരുടെ ജീവിതത്തിലേക്ക് ഇതേ ഒരു റബീഉൽ അവ്വൽ വന്നപ്പോ അവർ പള്ളി അലങ്കരിച്ചില്ല, അവർ കുടുംബക്കാരെ കൂട്ടിയിരുത്തിയില്ല, അവർ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കിയില്ല, ദഫ് മുട്ടിയില്ല, തോരണങ്ങൾ ചേർത്തില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിനോട് ചോദിക്കാം, എന്തുകൊണ്ട്? എന്തേ കാരണം? അവർ ജുമുഅയെയും മുഹറമിനെയും ദുൽഹിജ്ജയെയും സുന്നത്ത് നോമ്പുകളെയും ദുഹാനുസ്കാരത്തെയും ഖുർആൻ പാരായണത്തെയും അദ്കാറുകളെയും മൊത്തം അവർ ചെയ്തത് എന്തുകൊണ്ടറിയോ? പ്രവാചകൻ അവരോട് പറഞ്ഞു, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബാഇദു മിനൻ നാർ ഇല്ലാ വഖദ് യുബയ്യിനു ലക്കും. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു പുണ്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. നരകത്തിൽ നകറ്റുന്ന ഒരു തെറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ, സ്വർഗം കിട്ടും. അവർ ആരാധനകൾ സജീവമാക്കി, അവർ പള്ളിയുമായി ബന്ധം സജീവമാക്കി, ഉംറയും ദിക്റുകളും സജീവമാക്കി. ആ പഠിപ്പിച്ച പുണ്യത്തിൽ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ഒരു ജന്മദിനം ആഘോഷിക്കുന്നത് അല്ലാഹുവോ പ്രവാചകനോ പഠിപ്പിച്ചതായി അവർക്കറിയില്ല, അവർ ചെയ്തില്ല.